ഇപ്പോൾ വീട്ടിലെ എല്ലാവർക്കും ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ആർക്കൊക്കെ ഫാൻസ് ഉണ്ട്, ആർക്കൊക്കെ ഫാൻസ് ഇല്ല. എല്ലാവർക്കും മനസ്സിലായി. ഫാമിലി വന്ന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഗെയിമുകളൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിൽ തന്നെ ഷാനവാസിനെ സ്ത്രീ മത്സരാർത്ഥികൾ കൂകി വിളിക്കുന്നുണ്ട്, അനീഷിനെ കൂകി വിളിക്കുന്നുണ്ട്, അവർ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അനുമോൾക്കെതിരെ ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അനീഷിനെതിരെ കളിക്കുമെന്ന് നമുക്കറിയില്ല. അനുമോളും ഷാനവാസിനെതിരെ ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആദില, നൂറ, അനുമോള്, ബിന്നി ഇവർക്കിടയിലൊക്കെ ഒരു ചെറിയ സൗഹൃദം ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഇടയ്ക്കും ഉറയ്ക്കും വന്ന് പോകുന്നുണ്ട് ജിസേലിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി നല്ല ടാസ്കുകളൊക്കെ കൊടുത്ത് ബിഗ് ബോസ് കളിക്കുകയാണെങ്കിൽ സീസൺ ഉഷാറാവും. കാരണം നിലവിൽ എന്താണ് പുറത്തെ കണ്ടീഷൻ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി കളിക്കേണ്ടത് ബിഗ് ബോസ് ആണ്. കണ്ടസ്റ്റൻസ് ഇനി അവരുടെ ഒരു ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് കിടിലൻ ടാസ്കുകളൊക്കെ കൊടുത്ത് മറ്റേ ഫോൺ കോള് നടത്തുന്ന ടാസ്കും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി കളറാവും. നമുക്ക് നോക്കാം. എന്തായാലും ഒരു ആവറേജ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇനി അതിൻ്റെ ഒരു ലെവൽ മാറുമോ എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.